പക്ഷെ നിജേഷ് അരവിന്ദ് നോക്കൂ, ഇന്നിപ്പോ PV അൻവർ പറയാണ് അദ്ദേഹം KC വേണുഗോപാലിനെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി അക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു, ഉറപ്പ് കൊടുത്തു. അതനുസരിച്ച് 5 മണിക്ക് കോഴിക്കോട് എത്തിയ അൻവർ 7:45 വരെ കാത്തിരുന്നു. കോഴിക്കോട് നഗരത്തിൽ കാത്തിരിക്കുകയാണ് KC വേണുഗോപാലിന്റെ ദർശനം കിട്ടാൻ. KC കാണാമെന്ന് സമ്മതിച്ചതിന് ശേഷം അവസാന നിമിഷം മാറി. VD സതീശൻ ഞാൻ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി KCയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഒരാൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്യിക്കാൻ ഞാൻ രാജിവെച്ച് കളയുമെന്നൊക്കെ പറയുന്ന ആളാണോ സതീശൻ? എന്തൊക്കെയാണ് നടക്കുന്നത് UDF-ൽ? കുറച്ചു കാലം മുമ്പ് ഇതൊക്കെ പറഞ്ഞാൽ ശരിയാണ് എന്നും ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്നും ഒരു ധാരണ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി അഭിലാഷേ. പുതിയ കാലത്ത് ഇങ്ങനെയൊന്നുള്ള ഏർപ്പാടില്ല, ഭീഷണിയൊന്നുമില്ല. ഡയറക്റ്റ് പൊളിറ്റിക്സ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും ഒരു നിലപാടുണ്ട്. ആ നിലപാട് UDF-ന്റെ ചെയർമാൻ, KPCCയുടെ പ്രസിഡന്റ്, UDF-ന്റെ കൺവീനർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇപ്പം അൻവറിനെ മാറ്റി നിൽക്കുക അല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ വന്നത് എന്ന് കരുതുക. UDF-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണ്ടേ? UDF-ന് കൺവെൻഷൻ നടത്തണ്ടേ? UDF-ന് നിലപാട് വെച്ച് മുന്നോട്ട് പോകണ്ടേ? ഞങ്ങൾ ഈ ഒരു രാജിവെച്ച MLA-യുടെ പിറകെ തന്നെ ഇരുന്ന് കറങ്ങണം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്സ് ആണോ? ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാത്തിരിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആരെയെങ്കിലുമൊക്കെ മൂർന്നു കിട്ടും, അങ്ങനെ സ്ഥാനാർത്ഥിയാക്കാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കച്ച കെട്ടി ഇറങ്ങാം എന്നൊന്നും വിചാരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്കൊരു ബൈ ഇലക്ഷൻ 4ാമത്തെ വർഷത്തിൽ നടന്ന വരുന്ന ബൈ ഇലക്ഷനിൽ അതീവ ഗൗരവത്തോടു കൂടി അതിനെ കാണാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത്. അതൊക്കെ വേണം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോ എന്തായാലും അതിന്റെ ഫുൾ സ്വിംഗിലായല്ലോ. ഇവിടുത്തെ പ്രശ്നം അതല്ല, അൻവറിനെ UDF-ലേക്ക് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞത് ഇന്നലെ അൻവറിന്റെ KC വേണുഗോപാലുമായി നിശ്ചയിക്കപ്പെട്ട കൂടിക്കാഴ്ചയുടെ കാര്യമാണ്. KC ഇന്നലെ ഇവിടെ എത്തിയതിനു ശേഷം പറഞ്ഞ വാചകങ്ങൾ ഞാൻ വായിക്കാം. അൻവർ രാജിവെച്ചത് പിണറായിയെ താഴെ ഇറക്കാനാണ്. അൻവറിനെ ആരും ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അൻവറിനെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് ഞങ്ങൾ എടുക്കുക. അൻവറുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പരിഹരിക്കും. ഇതായിരുന്നു KC വേണുഗോപാലിന്റെ നിലപാട്. അപ്പോൾ ആശ്വാസകരമായ, അൻവറിന് ആശ്വാസകരമായ ഒരു നിലപാട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് KC വേണുഗോപാലിൽ നിന്നുണ്ടായി. അൻവറും പ്രതീക്ഷിച്ചു, എല്ലാവരും പ്രതീക്ഷിച്ചു, KC ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നു, അൻവറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നു എന്ന്. അപ്പൊ അവസാന നിമിഷം KC വേണുഗോപാൽ ഒരു ഗുഡ് വിൽ കാണിച്ചിട്ട് അദ്ദേഹം കാണാൻ പോലും നിൽക്കാതെ മടങ്ങിയ ഡൽഹിക്ക്. ആരാണ് വീറ്റോ ചെയ്തത്? അതാണ് പ്രശ്നം. അവിടെയാണ് അഭിലാഷേ കോൺഗ്രസിനെ നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടത്. ആ ഏർപ്പാടൊക്കെ കോൺഗ്രസ് നിർത്തി. കോൺഗ്രസിനൊരു സംഘടനാ സംവിധാനമുണ്ട്. അതിന് ബ്ലോക്ക് കമ്മിറ്റിയുണ്ട്, മണ്ഡലം കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അഖിലേന്ത്യാ കമ്മിറ്റിയുണ്ട്. നേരിട്ട് പോയി അഖിലേന്ത്യാ കമ്മിറ്റിയോട് സംസാരിക്കാൻ മമതാ ബാനർജിക്ക് പറ്റും. അല്ലാതെ ഒരു സംസ്ഥാന നേതാവ് പോയിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്ന ഏർപ്പാടിലൊന്നും ഞങ്ങളിപ്പോൾ തൽക്കാലം ഇല്ല. അത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ അഭിലാഷ് പറഞ്ഞ ഫുൾ സിംഗിലായി ഉപതെരഞ്ഞെടുപ്പ് ആയിട്ടില്ല. 2 കക്ഷികൾ മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഒന്ന് SDPI-യും 2 കോൺഗ്രസും UDF-ഉം. വേറെ ആരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഫുൾ സിംഗിലായിട്ടില്ല. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങോട്ടല്ലേ. ഇടത് ജനാധിപത്യ മുന്നണിക്ക് പണ്ടൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ പ്രഖ്യാപിക്കുന്ന ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. BJP മത്സരിക്കണമോ വേണ്ടയോ എന്ന് ഇക്കാലം വരെ തീരുമാനിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതൊക്കെയല്ലേ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറയുന്നതല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ചർച്ച. ആ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഹണ്ടിങ് ആണ്. നിങ്ങൾ ഇതിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു കാൻഡിഡേറ്റ് ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാൻഡിഡേറ്റ് ഹണ്ടിങ്ങിന്റെ ഭാഗമായി ആര് വരും എന്നറിയാത്ത ഒരു സാഹചര്യമാണ്. ശരിക്കും നമ്മൾ അതൊക്കെയല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. വെറും 19 ദിവസം മാത്രം ഒരു ഇലക്ഷന് ബാക്കിയിരിക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് ഭരണകക്ഷിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, അവരുടെ സിറ്റിംഗ് MLA ഉള്ളിടത്ത് പ്രഖ്യാപിക്കാൻ 2 ടേമായി ജയിച്ചെടുത്ത് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, അതൊക്കെയല്ലേ യഥാർത്ഥ ചർച്ച. അത് കുറച്ചു ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇന്നും ആ കാര്യങ്ങളൊക്കെയും ചർച്ച ചെയ്യാം. ഇപ്പോ നമ്മൾ മുമ്പിൽ അൻവർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റ് അവിടെ നിൽക്കാൻ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തായിരുന്നു അതുമായി ബന്ധപ്പെട്ട്.